കുവൈറ്റ് KMCC യോഗത്തിൽ സംസ്ഥാന മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PM A സലാമിന് നേരെ കയ്യേറ്റം. ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാമിനെയും സെക്രട്ടറിമാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്നിവർക്ക് നേരെയാണ് കുവൈറ്റിൽ കയ്യേറ്റം ഉണ്ടായത്. വിവരങ്ങളുമായി ഇപ്പോൾ ജമാൽ ചേരുന്നുണ്ട് ദുബായിൽ നിന്ന്. ജമാൽ, നിലവിൽ വലിയ തരത്തിലുള്ള ഒരു നാണക്കേടിലേക്ക് മുസ്ലിം ലീഗ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം അടക്കമുള്ളവർക്ക് നേരെയാണ് KMCCയുടെ യോഗത്തിൽ കയ്യേറ്റം ഉണ്ടാവുകയും ചെയ്തത്. എന്താണ് ഈ കയ്യേറ്റത്തിലേക്ക് നയിച്ചത്? എങ്ങനെയാണ് KMCCയുടെ ഭാരവാഹികൾ ഇതുമായി സംബന്ധിച്ച എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ നിലവിൽ? സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ പക്ഷേ മുസ്ലിം ലീഗിന് മാത്രമല്ല ഗൾഫിലെ സാമൂഹിക സംഘടനകൾക്ക് വരെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലാണ് കുവൈത്തിലെ KMCCയിലെ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. പരസ്യമായ പോരിലേക്ക് ഇത് വന്നിരിക്കുന്നു. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ കുവൈത്ത് KMCCയിൽ വിഭാഗീയത രൂക്ഷമാണ്. പ്രധാനമായും കുവൈത്ത് KMCC സെക്രട്ടറിയും പ്രസിഡന്റും തമ്മിലുള്ള അധികാര വടംവലി തർക്കമാണ് പരസ്യമായ ഒരു കയ്യാങ്കളിയിലേക്ക് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി PM A സലാമിനെയും അതുപോലെ തന്നെ ആബിദ് ഹുസൈൻ തങ്ങളെയും അബ്ദുറഹ്മാൻ രണ്ടത്താണെയും വരെ കയ്യേറ്റം ചെയ്ത തരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കുവൈത്ത് KMCCയുടെ പ്രസിഡന്റ് നാസർ മഷൂർ, അതുപോലെ തന്നെ സെക്രട്ടറി ഷറഫുദ്ദീൻ കണ്ണോത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ട് വിഭാഗങ്ങളായാണ് KMCC പ്രവർത്തകർ മാസങ്ങളായി ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റികൾ പിടിച്ചടക്കാനുള്ള നീക്കമാണ് ഇരു വിഭാഗവും ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിക്ക ജില്ലാ കമ്മിറ്റികളുടെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പക്ഷേ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ എന്നീ 4 ജില്ലാ കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന യോഗമാണ് ഇന്നലെ അബ്ബാസിയിൽ ചേർന്നത്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനാണ് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി PM A സലാം, അതുപോലെ തന്നെ ആബിദ് ഹുസൈൻ തങ്ങൾ, രണ്ടത്താണി, അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്നിവർ എത്തിയത്. ഈ വിഭാഗീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് ഈ 3 അംഗ സംഘം കുവൈത്തിൽ എത്തിയത്. യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ കുവൈത്ത് KMCC സെക്രട്ടറി ഷറഫുദ്ദീൻ കണ്ണോത്തിന്റെ ജമാൽ പറയുന്നത് അനുസരിച്ച് ഈ ഭാരവാഹികൾ തമ്മിലുള്ള തർക്കമാണ് ഈ വലിയ തരത്തിലുള്ള കയ്യേറ്റത്തിലേക്ക് എത്തിയത്. ഇത് ഒത്തുതീർപ്പാക്കാനാണ് PM A സലാമും മറ്റു രണ്ടുപേരോട് എത്തുകയും ചെയ്തത്. പക്ഷേ ഇത് ഫലത്തിൽ വീണ്ടും വലിയ വിഭാഗീയ പ്രവർത്തനത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് കയ്യാങ്കളി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏത് വിഭാഗക്കാരാണ് ഈ PM A സലാമിനെ അടക്കം കയ്യേറ്റം ചെയ്തത്? സംസ്ഥാന സെക്രട്ടറി ഷറഫുദ്ദീൻ കണ്ണോത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം പ്രവർത്തകരാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കളെ കയ്യേറ്റം ചെയ്തത്. സാധാരണയായി ജില്ലാ കൗൺസിൽ അംഗങ്ങൾക്ക് മാത്രമാണ് ഈ 3 നേതാക്കളെ കൂടാതെ, അതായത് ആബിദ് ഹുസൈൻ തങ്ങൾ, PM A സലാം, അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്നിവരെ കൂടാതെ ജില്ലാ കൗൺസിൽ അംഗങ്ങൾക്ക് മാത്രമാണ് ഇന്നലത്തെ യോഗത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നത്. ഈ യോഗത്തിലാക്കാണ് ലീഗിന്റെ KMCCയുടെ സംസ്ഥാന സെക്രട്ടറി ഷറഫുദ്ദീൻ കണ്ണോത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം പ്രവർത്തകർ യോഗത്തിലേക്ക് ഇരച്ചു കയറിയത്. പിന്നീട് ഉദ്ഘാടനം തടസ്സപ്പെടുത്തി കയ്യാങ്കളിയിലേക്ക് മാറി. അവസാനം മറ്റു പ്രവർത്തകർ ഇടപെട്ടാണ് ഈ ആബിദ് ഹുസൈൻ തങ്ങളെയും അതുപോലെ തന്നെ PM A സലാമിനെയും അബ്ദുറഹ്മാൻ രണ്ടത്താണിയെയും ഒരു ഹോട്ടലിലേക്ക് മാറ്റിയത്. ഏതായാലും പരസ്യമായ പോരിലേക്ക് കുവൈത്ത് KMCCയുടെ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് ഗൾഫിൽ മാത്രമല്ല എല്ലായിടത്തും, നാട്ടിലും ഗൾഫിലും ഒക്കെ തന്നെയും വലിയ നാണക്കേടുണ്ടാക്കുന്ന രൂപത്തിലേക്ക് വന്നിരുന്നു. ജമാൽ, ഇന്നലെ തന്നെ ഈ PM A സലാം ഈ സംഭവം ഉണ്ടായതിനു ശേഷം തന്നെ PM A സലാമിന്റെ പ്രതികരണവും വരികയുണ്ടായി. ലീഗിന് വലിയ തരത്തിലുള്ള നാണക്കേട് ഉണ്ടാക്കി എന്ന അർത്ഥത്തിലാണ്. മാത്രമല്ല ഈ അച്ചടക്ക ലംഘനം നടത്തിയവർക്കെതിരെ വലിയ തരത്തിൽ നടപടി ഉണ്ടാകുമെന്നും PM A സലാം പറയുകയും ചെയ്തു. തീർച്ചയായും അതിനുശേഷം PM A സലാം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യം, മുസ്ലിം ലീഗിന്റെ യശസ്സിന് വലിയ കളങ്കണ്ടം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ഞങ്ങൾ തന്നെ നേരിട്ട് ഈ പോരിന് അല്ലെങ്കിൽ കയ്യാങ്കളിക്ക് ദൃക്സാക്ഷികളായി എന്ന തരത്തിലാണ് PM A സലാം പറഞ്ഞത്. എല്ലാ വിവരങ്ങളും പരിശോധിച്ച് തീരുമാനമെടുക്കും, ശക്തമെടുക്കും, അതുപോലെ തന്നെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് PM A സലാം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത്ര പെട്ടെന്ന് പരിഹരിക്കാനാകുന്ന പ്രശ്നങ്ങളല്ല. കാരണം മാസങ്ങളായുള്ള അധികാര വടംവലി തർക്കമാണ് കുവൈത്തിലുള്ളത്. ജില്ലാ കമ്മിറ്റികൾ പിടിച്ചടക്കാനുള്ള 2 വിഭാഗത്തിന്റെയും പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും നേതൃത്വത്തിലുള്ള ഒരു നീക്കമാണ് കുവൈത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് പരസ്യമായ പോരിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ KMCCയിലെ പ്രശ്നം ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള സാധ്യത തെളിയുന്നില്ല. നിലവിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുകയാണ്. തീർച്ചയായും പെട്ടെന്നൊരു പരിഹാരം ഇത്തരത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇനി ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ വരുമ്പോൾ വീണ്ടും പ്രശ്നങ്ങളും അതുപോലെ തന്നെ മറ്റ് ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് കുവൈത്തിലെ KMCCയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഇനിയും കാര്യങ്ങൾ വഷളാക്കാൻ തന്നെയാണ് സാധ്യത.
ശരി, ജമാലാണ് വിവരങ്ങൾ നൽകിയത്. KMCCയിലെ കയ്യാങ്കളിയിൽ PMA സലാമിന് നേരെ ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന് നേരെയും ഒപ്പം തന്നെ 2 സെക്രട്ടറിമാർക്ക് നേരെയും കയ്യേറ്റമുണ്ടായിരിക്കുന്നു. വലിയ തരത്തിലുള്ള നാണക്കേടാണ് ലീഗിന് ഈ വിഷയമുണ്ടാക്കിയത്. നാണം കെട്ട് ലീഗ് നേതൃത്വം. ഈ വിവരങ്ങളാണ് ജമാൽ നൽകിയത്.